ഡൽഹിയിലുള്ള നാഷണൽ സുവോളജിക്കൽ പാർക്കിന് മുമ്പിലുള്ളത് ഞങ്ങൾ. അപ്പം ഞങ്ങളൊരു ഉച്ച സമയത്താണ് വന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ മുമ്പിൽ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഓൺലൈൻ ടിക്കറ്റാണ്. അപ്പം 6 കൗണ്ടറുണ്ട്. അകത്തേക്ക് കയറാൻ വേണ്ടി 6 കൗണ്ടറായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് പോകുമ്പം ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് വിടുള്ളൂ. അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരവിടെ വാങ്ങി വെക്കും. അപ്പം ഞങ്ങളതിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം അകത്തേക്ക് കയറ്റി വിട്ടിനി, അതിന് പെർമിഷൻ തന്നിനി. പക്ഷേ ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകാൻ പാടില്ല പറഞ്ഞു. ഇവിടെ ഒരുപാട് അരയന്നക്കൊക്കുകളുണ്ട്. ഒരു കൂട്ടിൽ തന്നെ ഒരുപാട് എണ്ണമുണ്ട്. അതും അടുത്തടുത്ത് തന്നെ ഒരുപാട് കൂടുകളും ഉണ്ട്. നല്ല വലിപ്പം, നമ്മളെ കൊച്ചേൻ്റെ ഒക്കെ ഒരു 3-4 ഇരട്ടി വലിപ്പം. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിങ്ങനെ ഉയരത്ത് പറക്കുമ്പോഴാണ് ചിറകിൻ്റെ വലിപ്പം മനസ്സിലാകുന്നത്. ആ മരത്തിൻ്റെ ഉള്ളിൽ നിറച്ചും ഈ അരയന്നക്കൊക്കുകളാണ് ഉള്ളത്. അപ്പോൾ സൂം ചെയ്ത് കാണുമ്പം ഒരുപാട് എണ്ണത്തിൽ കാണാൻ പറ്റും. അതിങ്ങനെ ഒച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു സിംഹവാലം കുരങ്ങനെ കണ്ടു. ഇവിടെ കുരങ്ങന്മാർ ഒരുപാടുണ്ട്. മരത്തിലൊക്കെ ആയിട്ട് നിറച്ചും കുരങ്ങന്മാരാണ്, സാധാരണ കുരങ്ങന്മാർ. അപ്പോൾ അതിങ്ങനെ ആൾക്കാർ ഐസ്ക്രീം തട്ടിപ്പറിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മൾ കൈമേലുള്ള സാധനങ്ങളൊക്കെ അതെടുക്ക് വന്നിട്ട് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കൈമേലുള്ള ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇത് ബബൂൺസ് ആണ്. കാണുമ്പോൾ ഒരു ചെമ്മരിയാടിനൊക്കെ പോലെയുണ്ട്. ഇത് കുരങ്ങിൻ്റെ ഇനത്തിൽപ്പെട്ട തന്നെയാണ്. ഇവർക്ക് താമസിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് മാനുകളുണ്ട്. ഇപ്പം സാധാ മാനുണ്ട്, പുള്ളിമാനുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ വിശാലമായിട്ടുള്ള ഓരോ സ്പേസ് ഉണ്ട്. ഒരുപാട് എണ്ണം ഉണ്ടാവും, കുഞ്ഞുങ്ങളടക്കം ഒരുപാട് എണ്ണം. അപ്പം എല്ലായിടത്തും മയിലുണ്ട്. കുരങ്ങൻ്റെ അടുത്തായാലും വേണ്ടിയില്ല, മാനിൻ്റെ അടുത്തും എല്ലായിടത്തും മയിൽ വന്ന് പറന്ന് വരുന്നുണ്ട്. അപ്പം മയിലിന് എവിടെ ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മയിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഒരുപാട് ഇനത്തിൽപ്പെട്ട തത്തകളുണ്ടായിരുന്നു. ഇത് പഞ്ചവർണ്ണ തത്ത. അപ്പോൾ പെട്ടെന്ന് നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഒന്നും പ്രതീക്ഷിക്കാത്ത മഴയായിരുന്നു. മുതലൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു, പുറത്തേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഏറെ വിഷമം തോന്നിയത് ഈ സിംഹത്തിന് കണ്ടിട്ടാണ്. അപ്പോൾ എന്തോ മെലിഞ്ഞുണങ്ങി കണക്കാത്തൊരു സിംഹമായിരുന്നു ഇത്. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ മഴയത്ത് ആനയൊക്കെ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. കുറുക്കനാണത്, കുറുക്കൻ. നല്ല മഴയായിരുന്നു. ഒട്ടക പക്ഷിയൊക്കെ ഉണ്ട്, പക്ഷെ കടുവേനെ നമുക്ക് കാണാൻ പറ്റില്ല. വെള്ളക്കടുവയുണ്ട്, മറ്റേ സാധാ കടുവയുണ്ടോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ മഴയായതുകൊണ്ടായിരിക്കാം ഒന്നും പുറത്തേക്കൊന്നും വന്നിട്ടില്ല. ഒട്ടുമിക്ക ജീവികളുടെ അവസ്ഥ തന്നെയാണ്, ഒന്നും പുറത്തേക്കൊന്നും വന്നിട്ടില്ല. മഴയായതുകൊണ്ടെല്ലാം അതിൻ്റെ പിന്നെ താമസ സ്ഥലത്ത് തന്നെ ഒളിച്ചു നിൽക്കുന്നുണ്ടായത്. പിന്നെ എല്ലാവരും നല്ല മഴ വരുന്നതിന് മുമ്പേ അവിടെ നിന്ന് പോകാന്നുള്ള തിരക്കിലായിരുന്നു. മഴയത്ത് ആന നൃത്തം ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ കുറച്ചു നേരം മഴ കുറയാൻ വേണ്ടി അവിടെ വെയിറ്റിംഗ് ഷെഡിൽ നിന്നു. എല്ലാവരും അങ്ങനെ തന്നെ നിന്നത്. പിന്നെ നമ്മൾ മഴ കുറച്ച് കുറഞ്ഞപ്പോഴേക്കും നമ്മൾ പിന്നെ തിരിച്ചു പോകാന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ കുടയും പിടിച്ചിട്ട് ഈ ആൾക്കാർ തിരക്കിൽ പോകൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു.